ചിലരോട് ഇനി പറഞ്ഞ വ്യക്തി അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, എനിക്കറിയില്ല. ചിലരോട് നമ്മൾ ചില കാര്യം നിഷിദ്ധമാണ് എന്ന് വളരെ കൃത്യമായി ഖുർആനും ഹദീസൊക്കെ വെച്ച് പറഞ്ഞു കൊടുത്തതിനാൽ അത് സ്വീകരിക്കുന്നതിന് പകരം ചിലപ്പോൾ അവരെന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള മറുചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ. സഹോദരൻ, നീ മനസ്സിലാക്കേണ്ടത് ഖുർആനിലും സുന്നത്തിലും ഒരു കാര്യം നിഷിദ്ധമാണെന്ന് മനസ്സിലാക്കിയാൽ അത് നിന്റെ ചെവിയിലേക്ക് എത്തിയാൽ അത് നീ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. നീ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്നതിന് തുല്യമാണത്. അത് ഖുർആനിലും ഹദീസിലും ഉണ്ടെങ്കിൽ അത് നീ സ്വീകരിക്കുന്നതിൻ്റെ ബാധ്യതയാണ്. പിന്നെ മറ്റ് കാരണങ്ങൾ പറഞ്ഞിട്ട്, ഞൊണ്ടി ന്യായങ്ങൾ പറഞ്ഞിട്ട് നീ അതിൽ നിന്ന് രക്ഷപ്പെടാനല്ല ശ്രമിക്കേണ്ടത്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആവർത്തിച്ച് പറഞ്ഞ് ഈ വ്യക്തി അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനെ ചിലർ കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇവിടെ പറയുന്ന റിംഗ് ടോൺ പോലുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് മ്യൂസിക് പാടെ ഉപേക്ഷിക്കുക തന്നെയാണ് വേണ്ടത്. റിംഗ് ടോണിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തെ മ്യൂസിക്കും കൂടി വേണമെന്നാണോ പറയാൻ ശ്രമിക്കുന്നത്? അങ്ങനെയല്ലല്ലോ വേണ്ടത്. അതുണ്ടെങ്കിൽ ഇതും കൂടി വേണം എന്നാണോ പറയുന്നത്? അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. മറിച്ച് ഈ റിംഗ് ടോണിൽ പോലും മ്യൂസിക് ഇല്ലാത്തത് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക.